NSSകാരും മെഡിക്കൽ ടെസ്റ്റുകാരും ചാക്കിട്ടതാണ്. നമ്മുടെ ബിഷപ്പിന്റെ ഒറ്റ മിടുക്കുകൊണ്ടാണ് ഡോക്ടർ ഹരിയെ നമുക്ക് കിട്ടിയത്. ബിഷപ്പിന്റെ ഒരു സഹോദരി അമേരിക്കയിൽ ഡോക്ടറിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടെന്ന്. ആള് മെഡിക്കലാണെന്ന് തോന്നുന്നു. ഡോക്ടറിന്റെ കുന്നം വെല്ലൂർക്ക് പോയപ്പം നമ്മുടെ മാനേജേഴ്സിന് പുറകെ കാല് പിടിക്കുന്നവര് നാട്ടിൽ വേറെ ഡോക്ടർമാരില്ലേ. ഹരി ഡോക്ടറുടെ കാര്യത്തിൽ സോഫിയാമ്മയുടെ ഒരു നോട്ടം ഒന്ന് പ്രത്യേകം വേണം കേട്ടോ. അതിന് പറയണോ സോഫിയമ്മയുടെ നോട്ടോ വാചകവും. ലോനപ്പാ മതിയുടെ കുറ്റിച്ചാക്കേ കുറ്റിയെല്ലാം മുഴുവനുണ്ട്. സോഫിയമ്മേ ലോനപ്പന്റെ വായൊന്നും പറപ്പിക്കണട്ടാ. സോഫിയമ്മേ ഇവിടെയുള്ള ഡോക്ടർമാരെ പോലെ അല്ല ഹരി ഡോക്ടർ. കണ്ട പാവം കൊണ്ട് തോന്നും. പിന്നെ ആള് കൃത്യം കറക്റ്റാണ്. ചാടാൻ പോണേ ഉള്ളു. ചാടും ചാടും ചാടും. ഞാൻ കുറെ ചാടും. ഡോക്ടർ മുകുന്ദൻ എന്നെ ചാടിച്ചിട്ട് ഇപ്പൊ എന്തായി? ഈ സോഫിയ മാത്യുവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തില്ല. എന്നിട്ട് ഇപ്പൊ ആര് ചാടി? മതി എന്റെ സോഫിയമ്മയ്ക്ക് ജോലി ഉണ്ടെന്നേ. നീ പോടാ നടന്ന്. പെമ്പിള്ളേരെ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം. ഡോക്ടർ ഹരിദാസ് ആള് ചെറുപ്പക്കാരനാ, കാണാനും കൊള്ളാം. നിങ്ങളെ പോലുള്ള പെമ്പിള്ളേര് അദ്ദേഹത്തെ വലക്കായിരുന്നാ മതി. സോഫിയമ്മ ഓരോരുത്തരെ കുറിച്ച് ഇല്ലാത്തത് ഉണ്ടാക്കി പറയാതിരുന്നാ മതി. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഈ സോഫിയമ്മയുടെ കണ്ണ് കണ്ട പലതും പറയും, പരദോഷണവും പറയും. അത് എന്റെ ഒരു നേച്ചറാ. അല്ല ഈ കൊച്ചിന് എന്ത് പറ്റി? എന്തോ എന്ത് പറ്റി കൊച്ചേ? ഈ ലോകത്തൊന്നും അല്ലേ തലവേദന? തലവേദന ഈ പ്രായത്തിൽ തലവേദന അത്ര നല്ലതിനൊന്നും അല്ല. ഇങ്ങനൊരു സാധനം. രണ്ടു ദിവസമായിട്ട് വല്ലാത്ത വയറുവേദന. ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഗ്യാസ് ആണെന്നാണ് തോന്നുന്നത്. ഓ ഗ്യാസ് ആണ്. താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഡോക്ടർ ഇത് ഗ്യാസ് തന്നെയാ. ഓഹോ, അങ്ങനെ ഗ്യാസ് പലയിട്ട് ഉണ്ടാകുകയും ചെയ്യും പോവുകയും ചെയ്യും. അത് കണ്ടുപിടിക്കാനാണ് ഈ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? അടുത്തിരിക്കും. നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ? ഇല്ല. അതാ കാര്യം. നിങ്ങൾ വെളിയിൽ പോയിരിക്കും, ഞാൻ വിളിക്കാം. പോകും. കേടപ്പാ. അല്ല, ഈ ആൾക്ക് ഗ്യാസ് ആണെന്നാ പറയുന്നത്. ശീർഷാസനം ചെയ്താൽ പോരെ? കൊള്ളാം. ഡോക്ടർ അലോപ്പതി ഹോസ്പിറ്റലാണ്. ഡോക്ടർ ആയുർവേദ ചികിത്സ പഠിച്ചെന്ന് വിചാരിച്ച വല്ല ആസ്ഥാന ചികിത്സ ജോലി പോന്നിട്ടാ. ഞാൻ ഡോക്ടറുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നെ. ക്ഷമിക്കണം. വയറുവേദനക്ക് പരാളിക്കും കൊടുത്താൽ പോരെ ഡോണപ്പാ? അത് മതി. 3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ നോക്കാം. അയാളോട് വരാൻ പറയൂ. ഇങ്ങോട്ട് പാടൂ. ദിവസം 3 എണ്ണം വെച്ച് 3 നേരം കഴിക്കുക. 3 ദിവസത്തെ കൊണ്ട്. ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എന്റെ വയറ്റുവേദന മാറും. അത് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം ഇത് മതി. താനിപ്പോ പോകും. ഇഞ്ചക്ഷൻ എടുത്ത് വല്ല റിയാക്ഷൻ ഉണ്ടായി എവിടെയെങ്കിലും വഴി കെടുത്തി എത്താൻ ഞാൻ പിന്നെ ജയിലിൽ പോയി. കുഞ്ഞെന്തായിരുന്നു നേരത്തെ? ഒന്നുമില്ല നാണിയമ്മേ. ചേട്ടനിവിടെ അകത്തുണ്ട്. നീ എന്തായിരുന്നു നേരത്തെ? നിനക്ക് എന്ത് പറ്റി? വല്ലാത്ത തലവേദന. മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. നാണിയമ്മേ, ഒരു ചായ ഉണ്ടാക്കൂ. എന്താ മമ്മിക്കാരി ഡാഡി
വഴക്ക് പറഞ്ഞോ? ഒന്നുമില്ല മോളെ. മോള് വാ. ഇവിടത്തെ ആശുപത്രി ജീവനക്കാരൊക്കെ എങ്ങനെയുണ്ട് സാറേ? ഈ ആശുപത്രി ഈയോടാ ഇന്ന് തന്നെ പറ്റി. സാറേ കാപ്പി. എന്നതാ സാറേ സുഖമില്ലേ? പിന്നെന്താ ഒരുമാതിരി ഇരിക്കുന്നേ? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. സാറിനെ ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ. ലാസർ, ഓ, ഞാൻ ഇന്ദുവിനെ കണ്ടിരുന്നു. നമ്മുടെ ഇന്ദുക്കുഞ്ഞിനെ? എന്റെ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ദുക്കുഞ്ഞ് സാറിന്റെ ഹോസ്പിറ്റലാണോ? അതെ. ഇന്ദുക്കുഞ്ഞ് ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? എനിക്കൊന്ന് ഇന്ദുക്കുഞ്ഞിനെ കാണുന്നു. അല്ല ഇനി എന്നാത്തിനാ കാണുന്നേ? ഇനി ഒരിക്കലും കണ്ടുമുട്ടുമെന്ന് ഈ ലാസർ വിചാരിച്ചതല്ല. ഇപ്പൊ വേണ്ട സാറിന്റെ മനസ്സിന്റെ സ്വൈരം കെടുത്താൻ വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. സിസ്റ്റർ, എക്സ്റേ ECG എടുക്കണം. വരൂ. ഡോക്ടറെ വീട് എവിടെയാ? പാല. പ്രോപ്പർ പാലേ? അതെ. അപ്പൊ റബ്ബറും കുരുമുളകും ഒക്കെ ധാരാളം കാണുമല്ലോ. സാർ, അടുത്ത പേഷ്യന്റിനോട് വരാൻ പറയും. യെസ് സാർ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്തു. നമസ്കാരം ഉണ്ടേ. കണക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അല്ല ഇന്ദു ഇവിടെയും അല്ലേ? എന്തൊരു ചൂട്. അല്ല ഇന്ന് എത്ര ഡിഗ്രി ചൂടെന്നറിയാം? അല്ല റീത്തെ, ഡോക്ടർ ഹരിദാസ് ചാർജ് എടുത്തെന്ന് കേട്ടല്ലോ. ആളെങ്ങനെയാ? ഡോക്ടർ ഭയങ്കര സ്ട്രിക്റ്റാ. ഇന്ദു ഇന്ന് ആകെ മൂഡൌട്ടാണല്ലോ. എന്ത് പറ്റി റീത്തെ? അതിരിക്കട്ടെ, ഡോക്ടർ ഹരിദാസിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ടോണി സാർ വൈകുന്നേരം വരുന്നത് നല്ലത്. ദാറ്റ് ഈസ് കറക്റ്റ്. അതാണ് നല്ലത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് റീത്തെ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം. തനിക്ക് വന്നേ. ഫോൺ അത് കുറച്ചു നേരത്തിന് ഓഫ് ചെയ്യുന്നേ. വാ. ഞാൻ തന്റെ പാർട്ടിയെ ദിവസവും കാണാറുണ്ട്. ആര്? എന്നോട് വേണോ? VV തോമസ് ആൻഡ് കമ്പനി. ഇനി പറയണ്ടല്ലോ. ഈ ടോണി സാറിന് വേറൊന്നും പറയാനില്ലേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. VV തോമസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്ഥലത്തെ വലിയൊരു ഫേമ. അല്ല എങ്ങനെയായിരുന്നു തുടക്കം? ഫോണിലൂടെ ആയിരുന്നിരിക്കും.
സമയം തന്നെ പോവാ. ഒന്ന് ചുമ്മാ ഇരുന്നേ. ചോദിച്ചെന്നാ തോന്നുന്നു. അല്ല റീത്തെ, എനിക്ക് ഡോക്ടർ ജോർജിനെ ഒന്ന് കാണണമല്ലോ. പോയാ കാണാം. താങ്ക് യു. ഹലോ.